ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഓഡിയെക്കുറിച്ച് കേട്ടറിവില്ലാത്ത 10 കാര്യങ്ങൾ. വാഹന ലോകത്ത് ജർമ്മൻ മാഫിയയുടെ ആധിപത്യം നമുക്കെല്ലാവർക്കും അറിയാം. സുരക്ഷ, ദൃഢത, കരുത്ത്, ആഡംബരം, ഈ 4 ഘടകങ്ങളുടെയും അളവ് ചോരാതെയുള്ള സമന്വയമാണ് ഓരോ ജർമ്മൻ കാറും. കൂട്ടത്തിൽ ജനകീയ മുഖമുള്ളത് ഓഡിക്ക്. BMW-വിനും ഫോക്സ് വാഗണും 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഓഡിയാണ് ജർമ്മൻ നിർമ്മാതാക്കളുടെ ഇടയിലെ തലമുതിർന്ന കാരണവർ സ്ഥാനം. ഔഡിയെക്കുറിച്ച് കേട്ടറിവില്ലാത്ത 10 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഔഡി സ്ഥാപിച്ചത് കാൾ ബെൻസിൻ്റെ ശിഷ്യൻ ഓഗസ്റ്റ് ഹോർച്ച് എന്ന ജർമ്മൻ എഞ്ചിനീയറാണ് ഔഡിയുടെ സ്ഥാപകൻ. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം കപ്പൽശാലയിൽ ജോലി ചെയ്യുകയാണ് കാൾ ബെൻസിൻ്റെ, അതായത് മെഴ്സഡസ് ബെൻസിൻ്റെ സ്ഥാപകൻ. ശിഷ്യത്വം ഓഗസ്റ്റ് ഹോർച്ച് നേടിയത് 3 വർഷത്തോളം കാൾ ബെൻസിൻ്റെ കീഴിൽ നിന്നതിനു ശേഷം ഔഡി എന്ന സ്വന്തം സംരംഭവുമായി മുന്നോട്ടിറങ്ങുകയായിരുന്നു. ഔഡിക്ക് മുന്നേ സ്ഥാപിച്ച ഹോർച്ച് ഓട്ടോമൊബൈൽസ്. ഔഡിയിൽ നിന്നായിരുന്നില്ല ഓഗസ്റ്റ് ഹോർച്ചിൻ്റെ തുടക്കം. 1899-ൽ ഹോർച്ച് ആൻഡ് സൈ എന്ന കാർ കമ്പനിയായിരുന്നു അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചത്. യൂറോപ്യൻ വിപണിയിൽ ഹോർച്ച് കാർ കമ്പനി പേരും പ്രശസ്തിയും ആർജിച്ചു. എന്നാൽ 1909-ൽ നിക്ഷേപകർ തമ്മിലുണ്ടായ തർക്കം കമ്പനിയുടെ അകാല ചരമത്തിന് കാരണമായി. ശേഷമാണ് ഔഡി കമ്പനി ഓഗസ്റ്റ് ഹോർച്ച് സ്ഥാപിച്ചത്. ഔഡിയുടെ അർത്ഥം ഓഗസ്റ്റ് ഹോർച്ച് ഓട്ടോമൊബൈൽ വർക്ക് എന്നായിരുന്നു. 1909-ൽ സ്ഥാപിച്ച രണ്ടാം കാർ കമ്പനിക്ക് ഓഗസ്റ്റ് ഹോർച്ച് നൽകിയ പേര്. എന്നാൽ നിയമതടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഹോർച്ച് എന്ന പദം പേരിൽ നിന്ന് നീക്കം ചെയ്യാൻ ഹോർച്ചിന് നിർദ്ദേശം ലഭിച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. ഹോർച്ച് എന്ന വാക്കിന്റെ ലാറ്റിൻ പദമായ ഔഡിയെ കമ്പനിയുടെ പേരായി ഓഗസ്റ്റ് ഹോർച്ച് നിശ്ചയിച്ചു. ജർമ്മൻ ഭാഷയിൽ ശ്രദ്ധിക്കുക എന്നതിന്റെ ക്രിയാപദമാണ് ഹോർച്ച്. ലോഗോയിൽ ഇണങ്ങിച്ചേർന്ന 4 വളയം. 4 സ്വതന്ത്ര കാർ നിർമ്മാതാക്കളുടെ ലയനമാണ് ഓഡി ലോഗോ പ്രതിനിധാനം ചെയ്യുന്നത്. 1932-ൽ ഹോർച്ച് ഓട്ടോമൊബൈൽ കമ്പനിയുമായി ഓഡി കൈകോർത്തു. ശേഷം DKW, വാണ്ടറർ കമ്പനികളും ഓഡിക്കൊപ്പം ചേർന്നു. അക്കാലത്ത് ആഡംബര കാറുകളായിരുന്നു ഹോർച്ച് ഓട്ടോമൊബൈൽസിൻ്റെ ശ്രദ്ധ. ഓഡി നിർമ്മിച്ചത് ഡിലക്സ് കാറുകളെ. ഇത്തരം കാറുകളിൽ വാണ്ടറും, ചെറു കാറുകളിൽ മോട്ടോർ സൈക്കിളുകളിലും DKWയും വിപണി കൈയടക്കിയ അവസരത്തിലാണ് 4 കമ്പനികളും ലയിച്ചത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അവതരിപ്പിച്ച ആദ്യ ജർമ്മൻ നിർമ്മാതാക്കൾ. 1921-ൽ ടൈപ്പ് കെ മോഡലിനെ ഔഡി പുറത്തിറങ്ങിയപ്പോൾ കാർ ലോകം അതിശയിച്ചു. അന്നുവരെ ജർമ്മൻ കാർ നിർമ്മാതാക്കൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ശൈലി പിന്തുടർന്നിരുന്നില്ല. എന്നാൽ ടൈപ്പ് കെ വിപണിയിൽ വൻ വിജയം കൈവരിച്ചതോടുകൂടി മറ്റു ജർമ്മൻ നിർമ്മാതാക്കളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് കടന്നു. ഓഡിയെ തകർത്തെറിഞ്ഞ റഷ്യ. 2ാം ലോക മഹായുദ്ധകാലത്ത് ഓഡിയുടെ നിർമ്മാണശാലയിൽ നിന്നായിരുന്നു നാസിപ്പടയ്ക്ക് വേണ്ട ആയുധങ്ങൾ ഒരുങ്ങിയിരുന്നത്. സ്വാഭാവികമായി ഓഡി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ സേന ആക്രമണം ആരംഭിച്ചു. ഇക്കാലത്ത് ഭൂരിഭാഗം ഓഡി പ്ലാന്റുകളും റഷ്യൻ ബോംബാക്രമണത്തിൽ നിലംപതിച്ചു. ഓഡിയുടെ ഉടമ ഫോക്സ് വാഗൺ. 1970 വരെ ഓഡി കാറുകൾ അമേരിക്കൻ വിപണിയിൽ എത്തിയിരുന്നില്ല. എന്നാൽ ഫോക്സ് വാഗൺ ഓഡിയെ സ്വന്തമാക്കിയതോടുകൂടി ഔഡി കാറുകൾക്ക് അമേരിക്കൻ മണ്ണിൽ കാലുകുത്തി. ഡയാംബിളർ ബെൻസിൽ നിന്നുമാണ് ഓഡിയെ ഫോക്സ് വാഗൺ വാങ്ങിയത്. ക്രാഷ് ടെസ്റ്റ് തുടങ്ങിയിട്ട് 75 വർഷം. ക്രാഷ് ടെസ്റ്റ് എന്ന ആശയം അടുത്ത കാലത്താണ് എത്തിയതെന്ന് കരുതിയാൽ തെറ്റി. ക്യാമറകളും സെൻസറുകളും ഡമ്മികളും കൊണ്ടുള്ള ക്രാഷ് ടെസ്റ്റുകൾക്ക് പ്രചാരമേറുന്നതിന് മുമ്പേ തന്നെ കാറുകളുടെ സുരക്ഷ ഓഡി പരിശോധിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 75 വർഷത്തിന് മുമ്പാണ് കാറുകളിൽ ഇടിപരീക്ഷ ഓഡി നടത്തി തുടങ്ങിയത്. കുന്നിൻ മുകളിൽ നിന്നും ഉരുണ്ടുവീണ F7 മോഡലിന് ഓഡിയുടെ സുരക്ഷ ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞു. 1938-ൽ ഓഡിയുടെ റേസ് കാർ കുതിച്ചത് 430 കിലോമീറ്റർ വേഗതയിൽ. 1938-ൽ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവിക്കുന്നതിന് തൊട്ടു മുന്നേ ഏറ്റവും വേഗതയേറിയ റേസ് കാറിനെ നിർമ്മിച്ച ചരിത്രവും ഓഡിക്കുണ്ട്. ഹെൻഡിനാൽ പോർഷയുടെ സഹായത്തോടെ ടൈപ്പ് സിയെ ഓഡി ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. 560 bhp കരുത്തേകുന്ന V16 എഞ്ചിൻ കാറിന് പിന്നിലേക്ക് ഇടം പിടിച്ചത് മണിക്കൂറിൽ 430 കിലോമീറ്റർ വേഗതയിൽ കുതിച്ച ടൈപ്പ് സിയെ നോക്കി ലോകം അമ്പരന്നത് കാർ ലോകത്ത് മായാതെ കിടക്കുന്ന ചരിത്രമാണ്. RS മോഡലുകൾ വികസിപ്പിച്ചത് പോർഷ. 1994-ൽ ജർമ്മൻ കാർ നിർമ്മാതാക്കളായ പോർഷയാണ് ഔഡി RSനെ ആദ്യമായി അവതരിപ്പിച്ചത്. 2ാം തലമുറ ഔഡി RSൽ പോർഷ ലോഗോ ഇടം പിടിച്ചതും ശ്രദ്ധേയം. ടെയിൽ ഗേറ്റിലും ബ്രേക്കുകളിലും ഗ്രില്ലിലും പോർഷയുടെ ലോഗോ കൂടിയാണ് ഓഡി RS2 എത്തിയത്. ഓഡിക്കെതിരെ ശബ്ദമുയർത്തിയ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി. 4 വളയങ്ങൾ ഇണക്കിച്ചേർത്ത പ്രശസ്ത ഓഡി ലോഗോയ്ക്കെതിരെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി കോടതിയിൽ പരാതി നൽകിയതും ചരിത്രത്തിലെ അധ്യായമാണ്. 1995-ലാണ് സംഭവം. എന്നാൽ പരാതിയിൽ കോടതി വിധി വന്നത് ഓഡിക്ക് അനുകൂലമായിരുന്നു.